കൊമേഴ്സ് ട്യൂട്ടർ മലയാളം വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസ് ഒന്നാമത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നതിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് 3 ഏരിയാസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്നാമതായി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, രണ്ടാമതായി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ആൻഡ് തേർഡ് ഏരിയ ഈസ് coordination as the essence of management, and lastly management in the 20th century. So firstly about the levels of management. Management വിവിധ തലങ്ങൾ. The authority responsibility relationship give rise to different levels of management in an organization. Generally speaking, there are 3 levels in the hierarchy of an organization, namely top level management, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഏത് സ്ഥാപനത്തിലും നമുക്ക് വിവിധ തസ്തികയിലുള്ള അല്ലെങ്കിൽ വിവിധ റാങ്കിലുള്ള മാനേജർമാരെ കാണാൻ കഴിയും. പൊതുവായി പറഞ്ഞാൽ 3 തലത്തിലുള്ള മാനേജ്മെൻറ്റാണ് വൻകിട സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. So firstly about top management. They consist of the senior most executives of the organization. They are usually referred to as the chairman, chief executive officer, president, board of directors, vice president, chief finance officer, general manager, etc. Their basic task is to integrate diverse elements and coordinate the activities of different departments according to the overall objectives of the organization. These top level managers are responsible for the welfare and survival of the organization. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മാനേജർമാരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. സാധാരണഗതിയിൽ ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രസിഡൻറ്റ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, വൈസ് പ്രസിഡൻറ്റ്, ചീഫ് ഫിനാൻസ് ഓഫീസർ, ജനറൽ മാനേജർ എന്നിവരെല്ലാം ടോപ്പ് മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നവരാണ്. ഇവർ പ്രധാനമായും സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും അവ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവ നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവരാണ്. എന്തൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. The main functions of top management include, firstly, formulate overall objectives and policies of the organization. സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നത് ടോപ്പ് മാനേജ്മെൻറ്റാണ്. സെക്കൻഡ്ലി, പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. സ്ഥാപനത്തിന് നേതൃത്വം നൽകി മാർഗനിർദ്ദേശം നൽകുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. തേർഡ്ലി, ഓർഗനൈസസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അപ്പോയിൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓർഗനൈസ് ചെയ്യുന്നതും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ നിയമിക്കുന്നതും ഇവരാണ്. ആൻഡ് ഫോർത്തിലി, കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. ആൻഡ് ലാസ്റ്റ്ലി, മെയിൻറ്റെയിൻ ലിയേഷൻ വിത്ത് ഗവൺമെൻറ് ആൻഡ് ഔട്ട്സൈഡ് ഗ്രൂപ്പ്സ്. സ്ഥാപനത്തെ വെളിയിലുള്ളവരുമായിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടുമൊക്കെ ബന്ധം സ്ഥാപിക്കുന്നത് ഇവരുടെ കർത്തവ്യമാണ്. സോ ദീസ് ഓൾ ആർ ദ മേജർ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ദ സെക്കൻഡ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ദ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ദേ ആർ ദ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ്. ദേ ആർ സബോർഡിനേറ്റ്സ് ടു ടോപ്പ് മാനേജേഴ്സ് and superiors to the first line managers. They are usually known as departmental or divisional heads. For example, production manager, marketing manager, finance manager, etc. Middle management is responsible for implementing and controlling plans and strategies developed by the top management. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മധ്യതല മാനേജ്മെൻറ്റ് ടോപ്പ് മാനേജ്മെൻറ്റിനെയും ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു കണ്ണിയാണ്.
ഇവരെ സാധാരണ ഡിപ്പാർട്ട്മെൻ്റൽ മാനേജർമാർ അല്ലെ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സ് അല്ലെ ഡിവിഷണൽ ഹെഡ്സ് ഒക്കെ എന്നാണ് അറിയപ്പെടുക. ഉദാഹരണമായിട്ട് പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് അദ്ദേഹം. മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ഫിനാൻസ് മാനേജറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ പോലെയുള്ള ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന മാനേജർമാരാണ്. ഇവർ പ്രധാനമായിട്ടും ടോപ്പ് ലെവലിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെ അവർ ഫ്രെയിം ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്? The main functions include, firstly, implement the policy decisions framed by the top management. Top management ഫ്രെയിം ചെയ്യുന്ന പോളിസി ഡിസിഷൻസ് നടപ്പിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സെക്കൻഡ്ലി, അപ്പോയിൻറ്റ് നെസസറി പേഴ്സണൽ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമായ നിയമനങ്ങൾ, ജീവനക്കാരുടെ നിയമനം നടത്തുക മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. സെർവാസ് ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഉന്നതതല മാനേജ്മെൻറ്റിനെയും കീഴ്ത്തല മാനേജ്മെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നതും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. ദെൻ പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻ ഡ്യൂട്ടീസ് ഫോർ ദെയർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതും ഡ്യൂട്ടികൾ അസൈൻ ചെയ്യുന്നതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ലാസ്റ്റ്ലി, കോഓപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും മിഡിൽ ലെവലിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ദീസ് ഓൾ ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ആൻഡ് ദ തേർഡ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ദ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദേ ആർ ഓൾസോ കോൾഡ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. ഫോർമെൻ, സൂപ്പർവൈസേഴ്സ്, ഓവർസിയർ, സൂപ്രണ്ട്, section officer, etc. belongs to the lower level management. They directly oversee the efforts of the workforce. Supervisory management plays a very important role in the organization since they interact with the actual workforce and pass on instructions of the middle management to the workers. പ്രധാനമായിട്ട് ലോവർ ലെവലിൽ ഉൾപ്പെടുന്ന മാനേജർമാർ, ഫോർമൻ, സൂപ്പർവൈസർമാർ, ഓവർസിയർ, സൂപ്രണ്ട്, സെക്ഷൻ ഓഫീസർ എന്നിവരൊക്കെയാണ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നേരിട്ട് ജീവനക്കാരുമായിട്ട് ഇടപഴകുന്ന മാനേജർമാരാണ് ലോവർ ലെവലിൽ ഉൾപ്പെടുന്നവർ. പ്രധാനമായിട്ടും സൂപ്പർവൈസറി ഫങ്ഷൻസാണ്. വർക്ക് സൈറ്റിൽ വർക്കേഴ്സിനെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. നേരിട്ട് ജീവനക്കാരുമായിട്ട് ഇടപഴകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുന്നതും ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കി നടത്തുക എന്നുള്ള പ്രധാന ചുമതല ലോവർ ലെവൽ മാനേജേഴ്സിനാണുള്ളത്. എന്തൊക്കെയാണ് ലോവർ ലെവൽ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ്ലി, പ്ലാനിങ് ദ ഡേ ടു ഡേ വർക്ക്. ദൈനംദിന വർക്ക് പ്ലാൻ ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജേഴ്സാണ്. അറേഞ്ചിങ് മെറ്റീരിയൽസ്, മിഷനറി ആൻഡ് ടൂൾസ്. മെറ്റീരിയൽസ്, മിഷനറി, ടൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. സൂപ്പർവൈസിങ് വർക്കേഴ്സ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഡയറക്റ്റായിട്ട് വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ്. ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്തുക. ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ സെൻഡിങ് റിപ്പോർട്ട്സ് ടു ഹയർ അതോറിറ്റീസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നടക്കുന്ന വർക്കിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകുക എന്നുള്ളത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നൊരു ഫങ്ഷനാണ്. ആൻഡ് അഗെയിൻ ഗീവ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ്. വർക്ക് സൈറ്റിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുക
തൊഴിൽ സ്ഥലത്ത് തന്നെ ആവശ്യമായ പരിശീലനം കൊടുക്കുന്നതും ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ദീസ് ഓൾ ആർ ദ ഫങ്ഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. Then next we shall discuss about the various functions of management. എന്തൊക്കെയാണ് മാനേജർമാർ ഏറ്റെടുത്ത് ചെയ്യുന്ന കർത്തവ്യങ്ങൾ? മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഒരു മാനേജർ ചെയ്യുന്ന കർത്തവ്യം പൊതുവിൽ പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, തീരുമാനങ്ങൾ എടുക്കലാണ്. വിവിധ മേഖലയിലുള്ള തീരുമാനങ്ങൾ ഒരു മാനേജർ കൈക്കൊള്ളതുണ്ട്, ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു മാനേജർ ചെയ്യുന്ന കർത്തവ്യങ്ങളെല്ലാം മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് മീൻസ് ദ വേരിയസ് ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ മാനേജേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കർത്തവ്യങ്ങളാണ് ഒരു മാനേജർ ഏറ്റെടുത്ത് ചെയ്യുന്നത്, അവയെല്ലാം മാനേജറുടെ ഫങ്ഷൻസ് ആണ്. ദ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മാനേജേഴ്സ് ഫോർ കൺവീനിയൻസ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5: പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നിങ്ങനെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ പ്രധാനമായിട്ട് 5ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് we know planning, second one is organizing, next one is staffing, directing and controlling. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ചെയിനായിട്ട് പോകുന്ന ഫങ്ഷൻസാണ് ഓരോന്നും. നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് തന്നെ നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. കാരണം ഇവയെല്ലാം സൈക്ലിക്കലായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഈ ഫങ്ഷൻസ്. So, firstly about planning, the planning function of management. Planning is the function of determining in advance what is to be done and who is to do it. അപ്പോൾ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കലാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കലാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ദിസ് ഇംപ്ലൈസ് setting goals in advance and developing a way of achieving them effectively and efficiently. അപ്പോൾ മുൻകൂട്ടി ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ആരായുകയും അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്യലാണ് ആസൂത്രണം എന്ന് പറയുന്നത്. പ്ലാനിങ് cannot prevent problems, but it reduces the risk of uncertainty. പ്ലാനിങ് ഒരിക്കലും പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കില്ല, എന്നാൽ മുന്നൊരുക്കത്തോടുകൂടി റിസ്ക് കുറച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന അധ്യായത്തിൽ ഈ ഫങ്ഷൻസ് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബ്രീഫ് സ്റ്റഡി മാത്രമേ ഫങ്ഷൻസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ സെക്കൻഡ്ലി ഓർഗനൈസിങ്. ഓർഗനൈസിങ് ഇൻവോൾവ്സ് the grouping of the required task into manageable departments or work units and the establishment of authority and responsibility relationship within the organizational hierarchy. It determines what activities are and resources are required. It promotes both the efficiency of operations and the effectiveness of results. Factors of production സ്വരൂപിക്കലാണ്, അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളെ സ്വരൂപിക്കലാണ് പ്രധാനമായിട്ടും ഓർഗനൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാനേജ്മെൻറ്റിൽ ഓർഗനൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിലെ വർക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സിമിലറായിട്ടുള്ള വർക്കുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ വർക്ക് യൂണിറ്റുകൾ രൂപീകരിക്കുകയും ആ ഡിഫറെൻറ്റ് ജോബ് പൊസിഷൻസ് തമ്മിലുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യലുമാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ട് എന്നൊക്കെ ഓർഗനൈസിങ്ങിലൂടെ അല്ലെങ്കിൽ സംഘാടനത്തിലൂടെ നിർണ്ണയിക്കാൻ കഴിയും. അതിലൂടെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും റിസോഴ്സസിനെ മാനേജ് ചെയ്യാനും സ്ഥാപനത്തിൽ ലക്ഷ്യം നേടിയെടുക്കാനും സഹായിക്കുന്നുണ്ട്. തേർഡ്ലി സ്റ്റാഫിംഗ്. ദ തേർഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഈസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് ഈസ് ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. ശരിയായ വ്യക്തികളെ ശരിയായ ജോബിലേക്ക് എൻഗേജ് ചെയ്യിക്കുന്ന പ്രവൃത്തിയാണ് സ്റ്റാഫിംഗ്.
A very important aspect of management is to make sure that the right people with the right qualifications are available at the right place and times to accomplish the goals of the organization. സ്ഥാപനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി യഥാസമയത്ത് ആവശ്യമുള്ള യോഗ്യതയുള്ള ആൾക്കാരെ വേണ്ട പൊസിഷനുകളിൽ ഉറപ്പാക്കലാണ് സ്റ്റാഫിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് the human resource function. Nowadays, staffing is called a human resources function and includes recruitment, selection, placement and training. സ്റ്റാഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വരുന്നത് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. വിശദമായിട്ട് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സ്റ്റാഫിങ്ങിനെ കുറിച്ച്. ദെൻ ദ ഫോർത്ത് function of management is directing. Directing involves leading, influencing and motivating employees to perform the task assigned to them. This requires establishing an atmosphere that encourages employees to do their best. Supervision, motivation, communication and also leadership are the key components of directing function of management. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ ആ സ്ഥാപന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നയിക്കുകയും അവർക്ക് വേണ്ട പ്രേരണ കൊടുക്കുകയും അതോടൊപ്പം തന്നെ വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യലാണ് ഡയറക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവനക്കാരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് സ്ഥാപനത്തിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഫംഗ്ഷന് പ്രധാനമായിട്ടും 4 എലമെൻറ്റ്സ് ആണ്, ഘടകങ്ങളാണുള്ളത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് എന്നിവയാണ് ഈ 4 ഘടകങ്ങൾ. ഡയറക്റ്റിങ്ങിൻ്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ സൂപ്പർവിഷൻ, മേൽനോട്ടം, മോട്ടിവേഷൻ, പ്രചോദനം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം ആൻഡ് ഓൾസോ ലീഡർഷിപ്പ്, നേതൃത്വം എന്നിവയാണ്. ദെൻ ഫിഫ്ത്തിലി the last function of management is controlling, നിയന്ത്രണമാണ്. Controlling is the management function of monitoring organizational performance towards the attainment of organizational goals. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ എന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രവർത്തനമാണ് നിയന്ത്രണം. The task of controlling involves establishing standards of performance, measuring current performance, comparing this with established standards and taking corrective action where any deviation is found. നിയന്ത്രണ പ്രക്രിയയിൽ മുൻകൂട്ടി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നിശ്ചയിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോ വർക്കറിൻ്റെയും ടാർഗറ്റ് ഫിക്സ് ചെയ്യലാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എത്രയെന്ന് മുൻകൂട്ടി തീരുമാനിക്കലാണ്. അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുകയും ആക്ച്വൽ പെർഫോമൻസും മുൻ നിശ്ചയിച്ച സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, വ്യതിയാനമുണ്ടെങ്കിൽ ആവശ്യമായുള്ള തിരുത്തൽ നടപടികൾ, കറക്റ്റീവ് ആക്ഷൻ സ്വീകരിക്കലുമാണ് കൺട്രോളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 5. ഇവയെ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ പ്രത്യേകമായിട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ്. നമ്മുടെ പഠന സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോഓർഡിനേഷൻ. ഏകോപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് കോഓർഡിനേഷൻ? The process by which a manager synchronizes the activities of different departments is known as coordination. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ, ഒരു സ്ഥാപനത്തിൽ അനവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകലാണ്, സിങ്ക്രോണൈസ് ചെയ്തുകൊണ്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകലാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകലാണ് കോർഡിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർഡിനേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൾ അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെയും കൂട്ടിയിണക്കുന്ന ഒരു ശക്തി കൂടിയാണ് കോർഡിനേഷൻ. ഇറ്റ് ഈസ് ദ കോമൺ ത്രെഡ്
that runs through all activities such as purchase, production, sales and finance to ensure continuity in the working of the organization. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു നൂലിഴ പോലെ പ്രവർത്തിക്കുന്നതാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന ആ ശക്തി. ഒരു സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സ്ഥാപനത്തിന് പൊതുലക്ഷ്യം നേടാൻ സാധിക്കുകയുള്ളൂ. ആ പൊതുലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് വിവിധ പ്രവർത്തനങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി പൊതുലക്ഷ്യം നേടിയെടുക്കുന്ന പ്രവർത്തനമാണ്. ആൻഡ് വി നോ കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. കോർഡിനേഷനെ മാനേജ്മെൻറ്റ് അന്തസ്സത്ത എന്ന് പറയാൻ സാധിക്കും. കോർഡിനേഷൻ ഈസ് സംടൈംസ് കൺസിഡർ ആസ് എ സെപ്പറേറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ചിലർ കോർഡിനേഷനെ ഒരു ഫങ്ഷനായിട്ട് കാണാറുണ്ട്. ചില മാനേജ്മെൻറ്റ് വിചക്ഷണന്മാർ ഒരു സെപ്പറേറ്റ് ഫങ്ഷനായിട്ട് മാനേജ്മെൻറ്റ് ഒരു പ്രത്യേക ഫങ്ഷനായിട്ട് കർത്തവ്യമായിട്ട് കോർഡിനേഷനെ കാണുന്നുണ്ട്. എന്നാൽ കോർഡിനേഷനെ മാനേജ്മെൻറ്റ് എസൻസ് എന്ന് ചിത്രീകരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിലും അവ പെർഫോം ചെയ്യുമ്പോൾ കോർഡിനേഷൻ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ഹൗവർ ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈച്ച് മാനേജീരിയൽ ഫങ്ഷൻ ഈസ് ആൻ എക്സസൈസ് contributing individually to coordination. Coordination is implicit and inherent in all functions of an organization. എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിലും ഇംപ്ലോയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഇല്ലാതെ ഒരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കോർഡിനേഷനെ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് അന്തസ്സത്തെ എന്ന് വിശേഷിപ്പിക്കുന്നത്. Coordination is continuous from the planning function to the controlling functions. പ്ലാനിംഗ് ഫങ്ഷൻ മുതൽ കൺട്രോളിംഗ് ഫങ്ഷൻ വരെയുള്ള എല്ലാ ഫങ്ഷൻസിലും ഉൾപ്പെടുന്ന ഒന്നാണ് അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കോർഡിനേഷൻ. ലൈക്ക് എ ത്രെഡ് ഇൻ ഗാർലാൻഡ്, കോർഡിനേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഓൾ മാനേജീരിയൽ ഫങ്ഷൻസ്. ഒരു മാലയിലെ നൂലിഴ പോലെ, ഒരു മാലയിലെ നൂല് പോലെ തന്നെ എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിലും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഈസ് റിഗാർഡ് ആസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വിശദമായിട്ട് കാണാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. Firstly, integration. Coordination integrates the group activities in the organization. It refers to the unification of all the unrelated activities or diverse interests which must be brought together so as to accomplish the work effectively. ഫലവത്തായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ സമന്വയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് കോർഡിനേഷൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. സോ കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ദ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ആൻഡ് സെക്കൻഡ്ലി, യൂണിറ്റി ഓഫ് ആക്ഷൻ. കോർഡിനേഷൻ helps in the unity of action. Coordination helps to maintain unity of action among the activities of one department with that of another. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരുമയുള്ള പ്രവർത്തനത്തിന് കോർഡിനേഷൻ സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് പർച്ചേസ് ഇനഫ് മെറ്റീരിയൽസ് വിച്ച് ആർ നെസസറി ഫോർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. Imbalance between these two departments will cause loss to the organization. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ ദർ ഷുഡ് ബി യൂണിറ്റി ഓഫ് ആക്ഷൻ. ആ യൂണിറ്റി ഓഫ് ആക്ഷനിലാണ് കോർഡിനേഷൻ നിലകൊള്ളുന്നത്. ദെൻ തേർഡ്ലി, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. Management is a continuous process.
And so coordination is associated with all other functions of management so that it is a continuous process. നമ്മൾ കാണുകയുണ്ടായി കോർഡിനേഷൻ എല്ലാത്തരം മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലും ആവശ്യമുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ എല്ലാത്തരം മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കോർഡിനേഷനും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കണം. സോ കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു തുടർ പ്രക്രിയയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്തിലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് ഓൾസോ പെർവസീവ്. മാനേജ്മെൻറ്റ് സർവ്വവ്യാപി എന്ന് പറഞ്ഞതുപോലെ കോർഡിനേഷനും പെർവസീവാണ്, സർവ്വവ്യാപിയാണ്. കോർഡിനേഷൻ റിക്വേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും കോർഡിനേഷൻ അനിവാര്യമാണ്. ഒരു സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലും കോർഡിനേഷൻ ആവശ്യമാണ്. സോ കോർഡിനേഷൻ ഈസ് പെർവസീവ് ഇൻ നേച്ചർ. ദെൻ ഫിഫ്ത്തിലി, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. അല്ലാതെ ടോപ്പ് ലെവൽ മാത്രം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ല കോർഡിനേഷൻ. എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റും ഉള്ള മാനേജർമാരുടെ കർത്തവ്യമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. All managers in the organization are responsible to coordinate the activities in their respective level of management. And lastly, this coordination is a deliberate function. ഒരു ഡെലിബറേറ്റ് ഫങ്ഷനാണ്. A manager has to coordinate the efforts of different departments in a deliberate manner. Even if the members in the department are very cooperative, coordination gives a direction to that willing spirit. Cooperation without coordination may lead to wasteful efforts, and coordination without cooperation creates dissatisfaction. അപ്പോൾ എല്ലാ ജീവനക്കാരും സഹകരിക്കുന്നവരാണെങ്കിലും അവിടെ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ വില്ലിങ്നെസ്സിനെ പ്രൊഡക്റ്റീവായിട്ട് സ്ഥാപന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനിവാര്യമാണ്. കോർഡിനേഷനും കോഓപ്പറേഷനും രണ്ട് കാര്യങ്ങളാണ്. സഹകരണം എന്ന് പറയുന്നതും ഏകോപനം എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം കോഓപ്പറേഷൻ വിത്തൗട്ട് കോർഡിനേഷൻ മേ ലീഡ് ടു വേസ്റ്റ്ഫുൾ എഫേർട്സ്. അതോടൊപ്പം തന്നെ കോർഡിനേഷൻ വിത്തൗട്ട് കോഓപ്പറേഷൻ ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ്. കോഓപ്പറേഷനും കോർഡിനേഷനും ഒന്നിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യമെന്ന് പറയുന്നത് കോർഡിനേഷനാണ്. അതിൻ്റെ അതിൻ്റെ മീൻസാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ്റെ പ്രധാന പ്രത്യേകതകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ്ലി, കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ്. സെക്കൻഡ്ലി, കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. തേർഡ്ലി, coordination is a continuous process. Then fourthly, coordination is a pervasive function. Next one is coordination is the responsibility of all managers, and last one, coordination is a deliberate function. Then we shall come to the last topic in this chapter, that is importance of coordination. കോർഡിനേഷനിലെ അവസാന ഏരിയ ആയിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ്ലി, എന്തുകൊണ്ട് കോർഡിനേഷൻ പ്രാധാന്യം അറിയിക്കുന്നു? ഗ്രോത്ത് ഇൻ സൈസാണ്. സ്ഥാപനങ്ങളുടെ സൈസിലുണ്ടായ വർധനവാണ് കോർഡിനേഷൻ്റെ പ്രാധാന്യത്തിന് ഒന്നാമത്തെ കാരണം. ആസ് ആൻ ഓർഗനൈസേഷൻ ഗ്രോസ് ഇൻ സൈസ്, ദ നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് വിൽ ഓൾസോ ബി ഇൻക്രീസ്ഡ്. All individuals differ in their habits, approaches, etc. so that it becomes necessary to coordinate their efforts to the common goal. സ്ഥാപനത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്തോറും കോർഡിനേഷന് പ്രാധാന്യം കൂടുകയാണ്. കാരണം ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഹാബിറ്റിലും അപ്രോച്ചസിലും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ട് തീരും. എങ്കിൽ മാത്രമേ പൊതുലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്തോറും കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നു. അതാണ് ഗ്രോത്ത് ഇൻ സൈസ് വളരെ പ്രാധാന്യം അറിയിക്കുന്നു കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്ലി, ഫങ്ഷണൽ ഡിഫറൻസിയേഷനാണ് കോർഡിനേഷൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാരണം. ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. ഒരു സ്ഥാപനത്തിൽ അനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു, അനവധി ഫങ്ഷൻസാണ് നടക്കുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു
departments and their objectives are also different. Market department may try to increase the sales volume by offering 10% discount, but the finance department may not approve it because of loss in revenue. ഇങ്ങനെയുള്ള കോൺട്രാഡിക്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുണ്ടാകാറുണ്ട്. സെയിൽസ് വോളിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി 10% ഡിസ്കൗണ്ട് നൽകാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിക്കുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ കുറയും അല്ലെങ്കിൽ വരുമാനം കുറയുമെന്നുള്ളത് കൊണ്ട് അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഡൈവേഴ്സ് ഇൻട്രസ്റ്റുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും കോർഡിനേഷൻ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. സോ ദ ഫങ്ഷൻ ഡിഫറൻസിയേഷൻ വർദ്ധിക്കുന്തോറും അല്ലെങ്കിൽ അനവധി ഫങ്ഷൻസ് ഒരു സ്ഥാപനത്തിൽ പെർഫോം ചെയ്യപ്പെടുമ്പോൾ കോർഡിനേഷന് പ്രാധാന്യവും വർദ്ധിക്കുന്നു. ഇൻ സച്ച് എ സിറ്റുവേഷൻ കോർഡിനേഷൻ ഹാസ് വൈറ്റൽ റോൾ ഇൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് എഫേർട്സ് ബൈ ദ എബൌട്ട് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ കോൺട്രാഡിക്ഷൻസ് ഒഴിവാക്കണമെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കോർഡിനേഷൻ അനിവാര്യമാണ്. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, സ്പെഷ്യലൈസേഷൻ. ഇന്ന് സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വർദ്ധിക്കുന്നതോടും കോർഡിനേഷൻ അനിവാര്യമായി തീരും. Nowadays, many organizations appoint a specialist in different jobs. These specialists may think that they are qualified to evaluate, judge and decide in their professional area. They do not take advice from others. This often leads to conflict among different specialists. അപ്പോൾ ഇന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് ഏരിയയിൽ അവർ ഏറെ പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ പലപ്പോഴും വേണ്ട നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ മറ്റുള്ളവരും സ്വീകരിക്കുന്നത് സ്പെഷ്യലിസ്റ്റുകളെ സംബന്ധിച്ച് ഉണ്ടാവാറില്ല. അപ്പോൾ അത് പലപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടത്തിൽ കോർഡിനേഷൻ ഏറെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. കോർഡിനേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ബ്രിങ് ഹാർമണി എമംഗ് ദീസ് പേഴ്സണൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യമാണ് നേടിയെടുക്കേണ്ടത്. ആ പൊതുലക്ഷ്യത്തിലേക്ക് എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സ്പെഷ്യലിസ്റ്റും ഓരോ പ്രത്യേക തുരുത്തുകളായിട്ട് നിലനിൽക്കുമ്പോൾ അവിടെ സ്ഥാപന ലക്ഷ്യം നേടാൻ കോർഡിനേഷൻ അനിവാര്യമാണ്. സോ ദീസ് ഓൾ ആർ ദ പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് മാനേജ്മെൻറ്റ് ഇൻ ദ 21st century. 21ാം നൂറ്റാണ്ടിലെ മാനേജ്മെൻറ്റ്. 21st centuryയിൽ മാനേജ്മെൻറ്റിൽ വന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. The organization and its management are changing. The modern organization is a global organization that has to be managed in a global perspective. അപ്പോൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ വേണം ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങളെ മാനേജ് ചെയ്യാൻ. കാരണം ബിസിനസ് സ്ഥാപനങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജായി മാറുമ്പോൾ ബിസിനസ് എല്ലാം ഇൻ്റർനാഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മാനേജർ എന്ന് പറയുന്ന ഗ്ലോബൽ മാനേജറാണ്. ഗ്ലോബൽ മാനേജർ ഈസ് എ പേഴ്സൺ ഹു മാനേജസ് ഓർ വർക്ക്സ് ഇൻ്റർനാഷണലി. ഹി ഹാസ് ടു പ്ലേ multi-dimension role by combining his technical skill, people skill and also soft skill. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള അറിവിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കില്ലുകളും ആവശ്യമാണ് അവിടെ. എ ഗ്ലോബൽ മാനേജർ ഹാസ് 3 changing roles: കൺട്രി മാനേജേഴ്സ്, ഫങ്ഷണൽ മാനേജേഴ്സ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട റോളുകളിലാണ് ഇന്ന് ആധുനിക മാനേജർമാർ പ്രവർത്തിക്കേണ്ടത്. അവർ കൺട്രി മാനേജേഴ്സായിട്ട് വർത്തിക്കേണ്ടതുണ്ട്, ഫങ്ഷണൽ മാനേജേഴ്സായിട്ട് പെർഫോം ചെയ്യേണ്ടതുണ്ട്, ആൻഡ് ഓൾസോ ദേ ഷുഡ് ബി ബിസിനസ് ലീഡേഴ്സ്. കൺട്രി മാനേജേഴ്സ്, മോഡേൺ മാനേജേഴ്സ് കൺട്രി മാനേജേഴ്സ് എന്നുള്ള റോള് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദ ഗ്ലോബൽ മാനേജർ ഹാസ് ടു ഡീൽ വിത്ത് ക്ലയൻറ്റ്സ് ആൻഡ് ലീഗൽ ബോഡീസ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ഓഫീസ്. ഫോർ എക്സ്റ്റെൻഡിങ് activities globally, managers aware of the laws
and regulations prevailing in different countries. He can succeed only by knowing market potential and sales promotion techniques in various countries. അപ്പോൾ ഒരു ഗ്ലോബൽ മാനേജറായി മാറുമ്പോൾ വിവിധ രാജ്യങ്ങളിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം വിവിധ രാജ്യങ്ങളിലെ ക്ലയൻസുമായിട്ടും ലീഗൽ അതോറിറ്റീസുമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട് ഒരു മാനേജർ. അപ്പോൾ ഇത്തരത്തിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗ്ലോബലായി മാറുമ്പോൾ അവിടെ വിവിധ രാജ്യങ്ങളിലുള്ള മാർക്കറ്റ് പൊട്ടൻഷ്യലും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സും അറിഞ്ഞിരിക്കണം ഒരു മാനേജർ. അപ്പോൾ ഒരു ഗ്ലോബൽ മാനേജർ തീർച്ചയായിട്ടും ഒരു കൺട്രി മാനേജർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളിലെ നിയമ നടപടിക്രമങ്ങളും അവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻസും ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു മാനേജർ ആയിരിക്കണം. സെക്കൻഡ്ലി, ഫങ്ഷണൽ മാനേജേഴ്സ്. എ ഗ്ലോബൽ മാനേജർ ഷുഡ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ സ്പെസിഫിക് ഫങ്ഷണൽ ഏരിയ ഇൻ വിച്ച് ഹി ഓപ്പറേറ്റ്സ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു മാനേജർ തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങിലെ സ്പെഷ്യലൈസേഷൻ അയാൾക്കുണ്ടാവണം. ആ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളായിരിക്കണം. ദ ഗ്ലോബൽ മാനേജർ ഹാസ് ടു സെലക്ട് റൈറ്റ് ടെക്നിക്സ്, റൈറ്റ് റിസോഴ്സസ് ആൻഡ് സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ടു complete at international level. He should be aware of the modern information technology and production techniques and adapt to such changes. അപ്പോൾ താൻ വർക്ക് ചെയ്യുന്ന ആ ഫങ്ഷണൽ ഏരിയ, ഇന്ന് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സാണുള്ളത്. ഓരോ മാനേജറും ഓരോ ഫങ്ഷണൽ ഏരിയ സ്പെഷ്യലിസ്റ്റുകളാണ്. ആ സ്പെസിഫിക് ഏരിയയിൽ പ്രൊഫഷൻ്റ് ആയിരിക്കണം. അവിടെ പുതിയ ടെക്നോളജി, ആ രംഗത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവ നടപ്പിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അത്തരം ഫങ്ഷണൽ മാനേജേഴ്സിനാണ് ഇന്ന് റോളുള്ളത്. അപ്പോൾ മോഡേൺ മാനേജേഴ്സ് ഓരോ ഫങ്ഷണൽ ഏരിയ സ്പെഷ്യലിസ്റ്റുകളായിരിക്കണം. ആ ഫങ്ഷണൽ ഏരിയാസിലുള്ള സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഡക്ഷൻ ടെക്നോളജിയുമൊക്കെ അറിഞ്ഞിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇന്ന് മാനേജേഴ്സിനുണ്ട്. Then the third role is business leaders. The managers should be a good leader. He should understand how to efficiently communicate and motivate and create a positive team atmosphere. Should develop interpersonal skills to be an effective manager. അപ്പോൾ സോഫ്റ്റ് സ്കില്ലുകൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ബിസിനസ് മാനേജേഴ്സ് നല്ല ലീഡേഴ്സായി മാറണം. ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തൻ്റെ കീഴ്ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരു പോസിറ്റീവ് ടീം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം മോഡേൺ മാനേജർ എന്ന് പറയുന്നത്. സോ മോഡേൺ മാനേജേഴ്സിൻ്റെ സോഫ്റ്റ് സ്കില്ല് രംഗത്തും അവർക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ നല്ല ബിസിനസ് ലീഡേഴ്സ് ആയിരിക്കണം. സോ ദീസ് ഓൾ ആർ ദ ചലഞ്ചസ് ബിഫോർ ദ മോഡേൺ മാനേജേഴ്സ് ഓർ ഗ്ലോബൽ മാനേജേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു ഓൾ.